Hello and a warm good evening. So I can see some participants. Um, would you be able to let me know if you would like me to speak in Malayalam or English by just typing in your chat box, please? So accordingly, I can take you through the discourse. If you prefer Malayalam, I can go through the whole thing in Malayalam. English, I can take you through the thing in English, or if you want me to mix the two, I can do that. Would you be able to put a comment for me, please? Not getting any comments. Looks like this is a very shy group. Once again, let me repeat my question. Would you like me, there are about 7 participants now. Would you like me to take you through this in English or Malayalam or both? Can you put a comment in your comment box? Latika, I've got your reply saying that I could do both. Thank you so much for that. എനിക്ക് അതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം. So I think we will start because it's 6 o'clock, and I will start. ഞാൻ കുറച്ച് സ്ലൈഡ്സ് കാണിച്ചിട്ട് ഓക്കെ. സോ ലെറ്റ്സ് ഗെറ്റ് ക്രാക്കിംഗ്. അപ്പം ഞാൻ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു മെഡിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരാം. അത് കഴിയുമ്പോൾ എൻ്റെ കൊളീഗ് ആൻഡ് ഗുഡ് ഫ്രണ്ട് ഡോക്ടർ വിവേക് ബാലിക, നമ്മുടെ ഹോസ്പിറ്റലിലെ ബെറിയാട്രിക് സർജൻ, ഒരു ബിക്കോസ് ഇപ്പോൾ ഒബീസിറ്റി, അമിതവണ്ണം എന്ന് പറയുമ്പോൾ when we treat obesity, it is the medical management can only take you that far, and if we do not have like a surgical recourse also, then it's not complete. Management of obesity will stop short. നമുക്ക് എല്ലാ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഓരോ ഇൻഡിവിജ്വൽ പേഷ്യൻസിനും അവർക്ക് വാട്ട് എവർ ഇസ് ഡീംഡ് ഫിറ്റ് ഫോർ ദം വി കൻ ഓഫർ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ വി ഹാവ് ദി എൻറ്റയർ ടീം ടു ടേക്ക് കെയർ ഓഫ് എ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഒബീസിറ്റി. അപ്പം വിത്ത് ദിസ് ഞാൻ ഐ വിൽ ബി സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ ദിസ് ഡിസ്കഷൻ. അപ്പം ഈ ഒബീസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും അത് ആദ്യം തന്നെ ഒരു ഡെഫിനിഷൻ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തർക്കും തോന്നിയ പോലെ നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു അസുഖത്തിനും ഇപ്പോൾ ഡയബറ്റീസ് എന്താണ്, ഹൈപ്പർ ടെൻഷൻ എന്താണ്, അല്ലെങ്കിൽ ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രോബ്ലംസ് എന്താണ്, ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഓരോ ഡെഫിനേഷൻസ് ഉണ്ട്. അതേപോലെ ഒബീസിറ്റിക്കും ഒരു ഡെഫിനേഷൻ ഉണ്ട്. ആൻഡ് അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. ഒബീസിറ്റി ഈസ് എ ഹെട്രോജിനസ് കോംപ്ലെക്സ് ഡിസോർഡർ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമിതവണ്ണം മാത്രം മീൻസ് അക്യുമുലേഷൻ ഓഫ് ബോഡി ഫാറ്റ് മാത്രമല്ല, അതോടൊപ്പം ഇറ്റ് ത്രെറ്റൻസ് ഓർ എഫക്ട്സ് സോഷ്യോ ഇക്കണോമിക്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അപ്പം 2-3 കാര്യമാണ് ഇതിനകത്ത്. എക്സസ് ബോഡി ഫാറ്റ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് അതുമൂലം ഇറ്റ് ത്രെറ്റൻസ് ദി സോഷ്യോ ഇക്കണോമിക്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. സോഷ്യോ ഇക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തികളുടെ എഫിഷ്യൻസി കുറയും. മീൻസ് അവർക്ക് ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ അവരുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിട്ടും അവരുടെ മീൻസ് സ്കിൽ അല്ലെങ്കിൽ ജോബ് ഔട്ട്പുട്ട് ആയിട്ടും ലോസ് ഓഫ് വർക്ക് ഡേയ്സ് ആയിട്ടും ഇങ്ങനെ കുറേ
മേഖലകളിൽ ഇവരെ ഇത് എഫക്റ്റ് ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി മെന്റൽ ഹെൽത്ത്, ബിക്കോസ് ഇങ്ങനത്തെ ആൾക്കാരെ പലപ്പോഴും നമ്മൾ ഓസ്ട്രസൈസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റൂഡായിട്ടുള്ള അല്ലെങ്കിൽ ലൂഡായിട്ടുള്ള കമന്റ്സ്, എടാ തടിയ, അല്ലെങ്കിൽ ഗുണ്ട്, അങ്ങനെ പല വളരെ അൺഫ്രണ്ട്ലി അല്ലെങ്കിൽ അൺസേവറി ആയിട്ടുള്ള ടെർമിനോളജീസ് ഒക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെ കേൾക്കാറുണ്ട്. ദീസ് ആർ കൈൻഡ് ഓഫ് റാദർ വെരി അൺപാലറ്റബിൾ, അൺചാരിറ്റബിൾ കമന്റ്സ്. പക്ഷെ പലപ്പോഴും അങ്ങനെ വരാറുണ്ട് ബൈ ഇൻസെൻസിറ്റീവ് പീപ്പിൾ. സോ ഞാൻ എപ്പോഴും പറയുക ദാറ്റ് ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വ്യക്തി വരുമ്പം ഐ ടെൽ ദം ദാറ്റ് സി, ഇത് ആരുടെയും ഫോൾട്ട് ഉണ്ടോ, ആൻഡ് nobody can judge anybody because that they are overweight. അങ്ങനെ ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് ഐ ഓൾവേസ് റിയഷുവർ മൈ പേഷ്യൻസ് ദാറ്റ് ലുക്ക്, ഇത് നിങ്ങളുടെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെയും തെറ്റുകൊണ്ടോ അല്ല ഇത് വന്നേക്കുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നമ്മുടെ ജീൻസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ കുറേ കാര്യങ്ങൾ ഇറ്റ് ഈസ് എ കൾമിനേഷൻ ഓഫ് ഓൾ ദാറ്റ് which leads to this state. And obviously physical health, അത് വേറെ ഒരു ഇഷ്യൂ തന്നെയാണ്. അത് വളരെ വലിയൊരു ഇഷ്യൂ ആണ്. ഈ ഒരു പരിധി വിട്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് എ പ്രില്യൂഡ് ടു diseases, lifestyle disease, mainly lifestyle diseases like diabetes, hypertension, dyslipidemia, hridrogam, cardiac disease, cancers, certain cancers like breast cancer, endometrial cancer. ഇതൊക്കെ നമുക്ക് കൂടുതൽ ഈ വ്യക്തികളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പം അടുത്ത ഇതിൽ ഞാൻ അത് കവർ ചെയ്യാം വെരി ക്വിക്ലി. ബട്ട് ഐ ഇന്റൻഡ് ടു ജസ്റ്റ് ബേസിക്കലി ഞാൻ ഇതിന്റെ ഒരു ഫ്ലേവർ തരാനാണ് എൻ്റെ ആഗ്രഹം. അല്ലാണ്ട് കുറേ മീൻസ് ടെക്നിക്കൽ ഇതിലേക്ക് ഞാൻ കയറാൻ ആഗ്രഹിക്കുന്നില്ല. അത് എസ്പെഷ്യലി ഇങ്ങനെ ഒരു വെബിനാറിൽ, ബിക്കോസ് ഐ എം ഷുവർ ദാറ്റ് അത് നിങ്ങളെ അത് പുട്ട് ഓഫ് ചെയ്യും, നിങ്ങളുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ കുറയ്ക്കും. അപ്പോൾ ലെറ്റ് മീ കീപ് ഇറ്റ് സിമ്പിൾ, ഷോർട്ട് ആൻഡ് സ്വീറ്റ്. സോ ഇത് നമ്മൾ പലപ്പോഴും പല ഫോറത്തിലും നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ലൈഡ് കാണാറുണ്ട്, വേർ ഹൗ വി ഇവോൾവ്ഡ് ഫ്രം apes ടു ഇപ്പം നമ്മുടെ ഒരു ഹണ്ടർ ഗ്യാദർ ഒരു ഈറ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഫ് യു ഹാവ് ടു ഈറ്റ്, നമ്മൾ ഭക്ഷിക്കണമെങ്കിൽ യു ഹാവ് ടു ഐദർ ഹണ്ട്, അതാണ് ആ ഒരു സ്പിയർ ഒക്കെ കയ്യിൽ ഉള്ളത് ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ നമ്മൾ സോ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ കുറേ എനർജി വേണം, കുറേ വ്യായാമം വേണം. ആൻഡ് ഈ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഫോർഫാദേഴ്സ് ഷുഡ് ഹവ് ബീൻ ഇൻ ദ പീക്ക് ഓഫ് ദ ഫോം, അല്ലെങ്കിൽ ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് നേച്ചർ യൂസ് ടു ബീറ്റ്. ഇപ്പൊ നമ്മൾ ഫിറ്റ് ആയിരുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി വാസ് ഗോയിങ് ടു ഗെറ്റ് വീഡഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. You have to hunt, you have to cultivate, and you have to eat, because eating was only merely for survival or for energy. പക്ഷെ അത് പോയിട്ട് ഇപ്പൊ നമ്മൾ എന്താ കണ്ടുവരുന്നത്, നമ്മൾ ഒരു ഇറ വേർ ആ ഒരു ഡൈനമിക്സ് മീൻസ് ഹണ്ടർ ഗ്യാദർ, അല്ലെങ്കിൽ നമ്മൾ വേട്ടയാടി, അല്ലെങ്കിൽ വി സോ ആർ ഓൺ, അല്ലെങ്കിൽ ഗ്രോ ആർ ഓൺ ഫുഡ്, അങ്ങനെയൊക്കെ ആ ഒരു യുഗം മാറിയിട്ട് ഇപ്പോൾ ഒരു ബേക്കറി അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ബേക്കറി കൾച്ചർ ആയി മാറുവാണല്ലോ. എല്ലാം ഫാസ്റ്റ് മീൻസ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇതാണെങ്കിൽ യു ജസ്റ്റ് ഓപ്പൺ എ ബോട്ടിൽ ആൻഡ് ഡ്രിങ്ക്, ഓർ യു ഗോ ടു എ സൂപ്പർ മാർക്കറ്റ്, ജസ്റ്റ് ബൈ, ഗോ, ആൻഡ് ഇഫ് യു ക്യാൻ അവോയ്ഡ് കുക്കിംഗ്, വി ആർ ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ഓപ്പൺ ദി പാക്ക് ആൻഡ് ഈറ്റ്. അപ്പൊ ആ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുക. ആൻഡ് ലെറ്റ് us face it. Don't get me to be, or don't think that I'm insensitive. പക്ഷെ നമുക്കിപ്പോൾ എന്താണ്, ദാരിദ്ര്യം നമ്മുടെ ചുറ്റിനും നോക്കുവാണെങ്കിൽ ഏതൊരു മലയാളിക്കാണ് ഒരു 3 സ്ക്വയർ മീൽസ് അല്ലെങ്കിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നത്? എൻ്റെ അറിവിൽ ഇപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ആൾക്കാർ കേരളത്തിലുണ്ടെന്ന്.
അപ്പൊ അങ്ങനെ ഒരു യുഗത്തിൽ നിന്ന് ഇപ്പൊ എന്താണ് ഒരു എല്ലാം ധാരാളമാണല്ലോ. ഇപ്പൊ നമുക്കിപ്പോ ഉദാഹരണത്തിന് എന്തോരം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും ഭക്ഷണം അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പം അതില് നമ്മൾ ഒരു ഒരു കൺട്രോള് വെക്കാണ്ട്, അല്ലെങ്കിൽ ഇഫ് യു ഡു നോട്ട് ഹാവ് kind of a judicious approach to what you eat, and it is very easy to fall prey to that. ഇപ്പം നമ്മൾ വെസ്റ്റേൺ കൾച്ചേഴ്സിൽ നോക്കുവാണെങ്കിൽ നമ്മൾ എന്താ കണ്ടു തന്നെ, ഇപ്പം അമിതവണ്ണം അവരുടെ ഇടയിലെ സോ കോൾഡ് ലോ സോഷ്യോ ഇക്കണോമിക് സ്ട്രാറ്റയിലാണ് അമിതവണ്ണം കൂടുതൽ കണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഇസ് ബിക്കോസ് ഈ അഫ്ലുവൻറ്റ് കമ്മ്യൂണിറ്റി, അഫ്ലുവൻസ് ഇസ് ഈക്വൽ ടു എഡ്യൂക്കേഷൻ. ഇപ്പം അഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കൂടുതൽ കോളേജ് ഡിഗ്രീസ് ഉണ്ടാവും, and they generally tend to be more educated, whereas low socio-economic groups എന്താ ഉണ്ടാവണെന്ന് വെച്ച് കഴിഞ്ഞാൽ they tend to be less educated. So അതുകൊണ്ട് അവർക്ക് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അപ്പൊ അവർക്ക് ആൻഡ് ഓൾസോ they have easy access to cheap food. ചീപ്പ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു മനുഷ്യൻ, ആ കുറച്ച് വണ്ണമുള്ള മനുഷ്യൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കോക്കിന്റെ ഒരു എന്താ പറയാ ഒരു ക്യാനാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണ്. അപ്പൊ ഈ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് അൺലിമിറ്റഡ് ഇതുവരെ ജസ്റ്റ് ഒരു $1 അല്ലെങ്കിൽ ഒരു $0.5 ആൻഡ് ഒരു $2 ഒരു മാക്ഡൊണാൾഡ്സിന്റെ ഒരു ബർഗർ കിട്ടും. അപ്പൊ ഈ മാക്ഡൊണാൾഡ്സിന്റെ ബർഗർ ഒരു അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു $2 എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ 19 പൈസ ₹1 ഒരു ഇതുള്ളൂ. ആൻഡ് അതിന് അവർക്ക് they get unlimited ഫ്രഞ്ച് ഫ്രൈസ്, ഈ പൊട്ടാറ്റോസ് ഫ്രൈ ചെയ്തിട്ടും ഈ ഫൗണ്ടൻ കോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം വേണമെങ്കിൽ കോക്ക് പോയി കുടിക്കാം, ആൻഡ് മാക്ഡൊണാൾഡ് ബർഗർ. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ വരുമ്പോ ഓബിയസ്ലി നമുക്ക് ഈ എപ്പോ നിർത്തണമെന്ന് നമുക്ക് പറയാനുള്ള ആ ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെടും. അപ്പം ആസ് എ റേസ് വ്യക്തികള് ആർ ഹീഡോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്ലഷർ സീക്ക് ചെയ്ത്, അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഫോർ ബ്രെയിൻ അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷപ്പെടും. സോ യു നീഡ് മോർ. ആ ഒരു കൂടുതൽ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുക. അത് നിർത്താൻ ഉള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെടും. ആൻഡ് അത് സോ ഹൂ ആർ പ്രേ ടു ദിസ്? പീപ്പിൾ ഹു കനോട്ട് ഓർ ഹു ഡു നോട്ട് റിയലൈസ് that this is what it is, and people who cannot show any kind of resolve in their lives. And മിക്കപ്പോഴും ഇതും പഠിപ്പുമായിട്ട് വളരെ ക്ലോസ് റിലേഷൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ this is not anybody's fault. It is because either as a community നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് US നോക്കുവാണെങ്കിൽ among the blacks, among the black Americans, obesity is a big problem. And also among the black Americans, what do you see? Education levels are also not really up. Not white Americans inde adinte aduthe kudu polum povilla black Americans inde avarude overall educational status. And അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഇപ്പം ആ ഒരു സൊസൈറ്റിയിൽ അമിതവണ്ണം വളരെ കോമൺ ആണ്. നോട്ട് ടു സേ ദാറ്റ് വൈറ്റ് അമേരിക്കൻസിൽ ഇല്ല എന്നല്ല. വേറെസ് നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ഇങ്ങനെ നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ബട്ട് ഹൗഎവർ ഐ തിങ്ക് നമ്മൾ മുന്നോട്ട് പോകും തോറും, അല്ലെങ്കിൽ ഓൾറെഡി ബിക്കോസ് ഓഫ് ദി അഫ്ലുവൻസ്, ബിക്കോസ് നമ്മുടെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് പെട്ടെന്നാണ്. ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോഴും ചിലപ്പം ചുറ്റിനും നോക്കുമ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് റെസ്റ്റോറൻറ്റ്സ്, ഈറ്റ് ഔട്ട്സ്, ആൻഡ് ഈ ഇതൊക്കെ ഭയങ്കര ബ്രൈറ്റ്ലി ലിറ്റ്, ദേ കൈൻഡ് ഓഫ് വളരെ സോളിസിറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, and you get drawn to it because അതിന്റെ ആ സൈൻ ബോർഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓവറോൾ these things appeal to all your senses, and it tells you that വന്ന് കഴിച്ചു കഴിഞ്ഞാൽ you will get immediate gratification. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു അപ്രോച്ച് ആണ്. And a lot of research has gone into these things to make food or all these things appeal more to you and maybe eat more. So it is a war of scientists who actually
നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഇതും നോക്കിയിട്ട് അതനുസരിച്ച് ഫുഡ്, സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ലൂക്രേറ്റീവ് ബിസിനസ് ഓൾസോ. അപ്പൊ നമ്മളിപ്പം നമ്മുടെ കൊച്ചുങ്ങളെ എൻടൈസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമ്മളെ എൻടൈസ് ചെയ്യാനായിട്ടും ഇനി അവിടെ പോയാൽ തന്നെ what are those things which will make us more hungry, and all those even color or smell and all these things, and the portion size, even the plate in the design where they probably will do or extensive research is going into it to make us more obese, to make us eat more. That is what is really that's going on, and it is the future. So therefore you have to understand that നമ്മളിപ്പോ ഈ ഒരു അവസ്ഥയിൽ വി ലിവ് ഇൻ എ പോസിറ്റീവ് എനർജി ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനേലും കൂടുതലാണ് നമ്മൾ വി കൺസ്യൂം മോർ ദൻ വി ഈറ്റ്, ആൻഡ് ദെയർഫോർ ഓൾ ദീസ് പ്രോബ്ലംസ്. സോ പണ്ടൊക്കെ നമ്മൾ ഒബീസിറ്റി വാസ് എ സൈൻ ഓഫ് എഫ്ലുവൻസ് എന്നാണല്ലോ നമ്മളൊക്കെ വളരെ തെറ്റായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണമൊക്കെ ഇല്ലെങ്കിൽ എന്താണ് അവര് വീട്ടില് കുടിക്കാനും തിന്നാനും ഒന്നുമില്ലേ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ദാറ്റ് ഈസ് സൈൻ. ഞാനിപ്പോ പറഞ്ഞല്ലോ, പുറം രാജ്യങ്ങളിൽ പോലെ ഇന്ത്യയിലും ഇപ്പൊ നമ്മള് ഇഫ് യു കനോട്ട് കൺട്രോൾ വാട്ട് യു ഈറ്റ്, ഇഫ് യു കനോട്ട് കൺട്രോൾ യുവർ വെയിറ്റ്, then it is seen as a sign of ill health. It is not ആ കുറച്ചൊരു തടിച്ചു കൊടുത്ത് ആ ഒരു ഇതെന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ഫാർ ഫ്രം സൈൻ ഓഫ് good health. It is actually a sign of ill health എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒബീസിറ്റി ഇസ് എ ഡിസീസ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ഒബീസിറ്റി ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഫ്ലാറ്ററിങ്. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ടേക്ക് സീരിയസ്ലി എന്ന് പറഞ്ഞ് യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഓസ്ട്രസൈസ്ഡ് ഓർ ഫീൽ ബാഡ്, ബട്ട് വി ഹാവ് ടു look at it practically, and we have to know that it is a disabling state, often leading to a lot of problems in future എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഒബീസിറ്റി നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ടേം എപ്പോഴും ഫെമിലിയർ ആയിരിക്കണം. യുവർ ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരാളുടെ വെയിറ്റ് നോക്കിയിട്ട് ഇത് പുള്ളിക്ക് വെയിറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ വി ട്രൈ ടു അസസ് ഇറ്റ് ബൈ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് വെയിറ്റ്. അത് പോരാ. ബിക്കോസ് ഇപ്പൊ ഒരു വളരെ ടോൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പം ബിക്കോസ് ഓഫ് ദർ ബോൺ വെയിറ്റ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദർ സ്കെലറ്റൽ വെയിറ്റ് they may be like maybe 120 kilos, 130 kilos, but then patient the BMI, the person the BMI will be low because for the height, the weight, adinte oru reflection aanu or adinte oru calculation aanu body mass index nu paraya. appo body mass index sadharana aalkarukku oru 25 ടെ താഴെ പാടുള്ളൂ. 25 ടെ മുകളിൽ പോയാൽ that means that we are in trouble. അങ്ങനെ നമ്മൾ നോക്കി തുടങ്ങുമ്പോൾ 30 ടെ മുകളിൽ ഉണ്ടെങ്കിൽ grade 1 obesity, 35 ടെ മുകളിലുണ്ടെങ്കിൽ ഗ്രേഡ് 2 ഒബീസിറ്റി, 40 ടെ മുകളിലുണ്ടെങ്കിൽ മോർബിഡ് ഒബീസിറ്റി എന്ന് പറയും. മോർബിഡ് ഒബീസിറ്റി എന്ന് പറയുന്നത് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പ്രശ്നങ്ങൾ വരാൻ പോണ ഒരു അവസ്ഥയ്ക്കാണ് മോർബിഡ് ഒബീസിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ഈ ഒരു അവസ്ഥയിൽ BMI 40 ടെ മുകളിൽ പോയാൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കൂർക്കം വലി, ഹൃദ്രോഗം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ പ്രോബ്ലംസ്, and starting from there a whole lot of problems. നമുക്ക് അതിലേക്ക് വരാം in a minute. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എൻഡോക്രൈൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഹോർമോണുകളുടെ എക്സസ് ചിലപ്പം ഒരു ഒബീസിറ്റി ഉണ്ടാക്കാം. പക്ഷേ പലപ്പോഴും നമ്മുടെ ഒരു തെറ്റായ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ്, ഓക്കെ, ഇത് എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു പ്രസന്റേഷൻ ബൈ പേഷ്യൻസ് ആണ്, വിച്ച് ഇസ് ദാറ്റ് ഡോക്ടറെ എന്റെ തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യും, ഞാൻ വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് തൈറോയിഡ് കൊണ്ടാണെന്നുള്ളത്. ആൻഡ് നമ്മളിപ്പം ഇവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പം അവർ വളരെ ഡിസപ്പോയിന്റഡ് ആവും. ബിക്കോസ് ഇവര് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്, സെയിങ് ദാറ്റ് ഡോക്ടർ എന്റെ തൈറോയിഡ് ചികിത്സിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ വെയിറ്റ് 120 നിന്ന് 60-70 ആവും എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ വരുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന്റെ അബ്നോർമാലിറ്റി മൂലം ഒരാൾക്ക് 4 to 5% ഓഫ് ദ ബോഡി വെയിറ്റ് ആണ് കൂടാൻ സാധ്യതയുള്ളൂ. ആൻഡ് നമ്മൾ ചികിത്സ ഈ 5% എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ഒരു 70 കിലോ അല്ലെങ്കിൽ 80 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു 5% എന്ന് പറയുന്നത് ഒരു 4-5 കിലോ ആണ് ഈ കൂടുന്നത്. അപ്പൊ 80 to 85 അത്ര വലിയ വ്യത്യാസം ഒന്നും ഈ വ്യക്തിയിൽ കാണാൻ സാധിക്കില്ല. ആൻഡ് ഇപ്പൊ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യുമ്പോഴും 85 to 80 പോയാലും
ഈ പറഞ്ഞ വലിയ വ്യത്യാസമൊന്നും കാണിക്കാൻ പോകില്ല. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തൈറോയിഡ് ഇസ് നോട്ട് ഈക്വൽ ടു ഒബീസിറ്റി. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ നേരിയ ഒരു തോതിലാണ് അത് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഒബീസിറ്റി ഇൻ എ വെരി സ്മോൾ വേ. അപ്പൊ അതൊരു തെറ്റായ ധാരണയാണ്. പിന്നെ ഇപ്പം വൺ കോമൺ തിങ് ഇസ് ദാറ്റ് ഇപ്പം ഈ ഒരു യുഗത്തില് നമ്മൾ ഒരു ഫാസ്റ്റ് ലൈഫിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. It dreads me or it dreads to imagine what it is going to be like another few years down the line, because എല്ലാവർക്കും ഈ തിരക്കവും ഈ they're all rushing for one thing or the other. So ഈ ഒരു യുഗത്തില് mental problems are something that we see a lot. Means depression, anxiety, bipolar disorder, schizophrenia, and you can name it, and so many conditions. And so more and more people are on antipsychotic medicines. Means ഈ അവസ്ഥയ്ക്ക് ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഇങ്ങനത്തെ ഗുളികൾ ഒട്ടുമുക്കാലും വെയിറ്റ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് ഒരു പ്രോപ്പർ ഒരു മെഡിക്കൽ ഒരു ഇവാലുവേഷൻ വേണം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് ഒരു കാരണം കൊണ്ടായിരിക്കില്ല, ഒരു മൾട്ടി ഫാക്ടോറിയലായിരിക്കും. മീൻസ് കുറച്ചൊരു ജനറ്റിക് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ തന്നെ ഈ അമിതവണ്ണമുള്ള ആരെങ്കിലും ഉണ്ടാവും. ആൻഡ് അതോടൊപ്പം അവരുടെ ജീവിതശൈലിയും അവരുടെ മാനസികാവസ്ഥയും ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. സോ ഒബീസിറ്റി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ചില സൊസൈറ്റീസിൽ അറ്റ്ലീസ്റ്റ് 40-50% ഓഫ് ആൾക്കാർ വരെ ഒബീസ് ആണ്. ഈ ഒരു അമേരിക്കയിൽ നോക്കുവാണെങ്കിൽ അത് വലിയൊരു പ്രോബ്ലമാണ്. ഇന്ത്യയിൽ there is data saying that 40% of people, 40% നമ്മുടെ urban പോപ്പുലേഷനിൽ ഈ BMI 25-28 മുകളിലാണെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫണ്ടമെന്റലി ഞാൻ ഇത് കൂടെ പറഞ്ഞ് ഞാൻ I will stop and then hand it over to Dr. Vivek. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യാം. ബേസിക് സിമ്പിൾ ചോദ്യങ്ങളാണ്. ബട്ട് അതിനു മുമ്പ് ഞാൻ ഒരു ഫണ്ടമെന്റൽ ഈ ഒബീസിറ്റിയുടെ ബേസിക് സം ഓഫ് ദി ബേസിക് കോസസ് ഫോർ ഒബീസിറ്റി ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മളിങ്ങനെ വേണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിക്കാം. ഇപ്പം 2 ലീവറാണ് നമ്മുടെ കയ്യിൽ എന്ന് വെച്ചാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കാർ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ആക്സിലറേറ്റർ, ബ്രേക്ക്. പിന്നെ ഇപ്പോഴത്തെ ഈ ഓട്ടോമാറ്റിക് കാറുകളിൽ അതാണ്, ആക്സിലറേറ്റർ ബ്രേക്ക് മാത്രമേ ഉള്ളൂ, ക്ലച്ച് ഇല്ല. പക്ഷെ നമ്മുടെ മാനുവൽ കാർ ആണെങ്കിൽ ക്ലച്ച് ഉണ്ടാവും. അപ്പം ഇപ്പൊ നമ്മൾ ഇതൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ ലീവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ആക്സിലറേറ്റർ ചോടണം, നിർത്തണമെങ്കിൽ ബ്രേക്ക് ചോടണം. അപ്പൊ അതേപോലെയാണ് ഈ നമ്മുടെ ഒബീസിറ്റിയും നമ്മുടെ 2 കാര്യങ്ങളായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഹാസ് എവറിഥിങ് ടു ഡു വിത്ത് അൾട്ടിമേറ്റ്ലി നമ്മുടെ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തോരം നമ്മൾ എനർജി കത്തിച്ച് കളയുന്നു വേഴ്സസ് എന്തോരം എനർജി നമ്മൾ എടുക്കുന്നു. ഈ 2 ഒരു പാരാമീറ്റേഴ്സിന്റെ ചുറ്റുമായിരിക്കും നമ്മൾ ഒബീസ് ആവാൻ പോകുന്നുണ്ടോ വേഴ്സസ് നമ്മളൊരു മെലിഞ്ഞിട്ടുള്ള ഒരാളാണോ എന്ന് തീരുമാനിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ബേൺ ഔട്ട് ചെയ്യുന്ന എനർജിനേലും കൂടുതലാണ് നമ്മൾ കഴിക്കുന്നത്. ആൻഡ് അത് വളരെ ഈസി ആയിട്ട് മീൻസ് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റിനുമുള്ള ഭക്ഷണങ്ങൾ എല്ലാം എനർജി റിച്ച് ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ പോലും യു ബി അമേസ്ഡ്. ഇപ്പൊ നമ്മളൊരു ഫുഡ് ഡയറി വെക്കുവാണെങ്കിൽ നമ്മളിപ്പോ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്താ കഴിച്ചേ, ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 2 ദോശ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഒരു സാൻഡ്വിച്ച്, വൈകുന്നേരം ഒരു കപ്പ് കോഫി, ലൈക്ക് ദാറ്റ്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന്റെ മൈന്യൂട്ടായിട്ട് നമ്മളൊരു ഫുഡ് ഡയറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കും ഒരു കപ്പ് കോഫി എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിലുള്ള പാല് സോ എനർജി റിച്ച്. ഇറ്റ്സ് ഫുൾ ഓഫ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻസ്, ഫാറ്റ് എസ്പെഷ്യലി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ 2-3 കപ്പ് ചായയുടെ കാര്യം വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഈ ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് ഏർപ്പെടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഞാൻ ഒരു ലഡു കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കൺവീനിയന്റ് ആയിട്ട് വിട്ടുപോകും. And so the thing is that if you keep a food diary, you will realize that and also some of these foods, for example, ipo ee padathil kaanichu pore oru burger
ആ ബർഗർ അല്ലെങ്കിൽ വേണ്ട എന്തിനും ബർഗർ, ഈ നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് ലൈക്ക് പൊറോട്ട കറിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തോരം കാബ്രിച്ചാന്നറിയോ, മീൻസ് ഫുൾ ഓഫ് മൈദ, ഫുൾ ഓഫ് ഓയിൽ. അപ്പോൾ യു കനോട്ട് ഇമാജിൻ ദി കാർബ്സ് ദറ്റ് യു ഗെറ്റ് ഫ്രം ദെയർ. അപ്പൊ നമ്മളൊക്കെ ശരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ some of us are really overeating more than what you require. Then the other part is energy expenditure. Ipo nammal sheri okay, you're taking very little food, but nammal physical activity ottu illa. Nammal ippolte ee oru yugam ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ആൻഡ് മാക്സിമം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഒരു ടോയ്ലറ്റിൽ പോകും, എന്നിട്ട് തിരിച്ചു വരും, ആൻഡ് ദെൻ സെയിം തിങ് അഗൈൻ. ഇനി അവിടെ നിന്ന് പോയി വേറെ ഇപ്പോഴത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ എന്താ, ഒരു IT കമ്പനി അവിടെ ഇതുണ്ടാവും, പിന്നെ കാഫറ്റീരിയ പോകും, അവിടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് തമാശ തിരിച്ച് അവരുടെ വർക്ക് സ്റ്റേഷനിൽ പോകും. ആൻഡ് ഈ ഒരു ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് ആണ്. അപ്പൊ ഓബ്വിയസ്ലി ദിസ് ഇസ്, അപ്പൊ ഇവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല, സമയമില്ല, or സമയം ഉണ്ടെങ്കിൽ തന്നെ they waste it by just chit chatting and not understanding why it's only ഇപ്പൊ monetary benefits മാത്രമാണല്ലോ ഇപ്പൊ നമ്മൾ നോക്കുക. Ultimately okay, what am I earning? അല്ലാണ്ട് we are not asking ourselves how much physical activity am I able to manage every day? Does my job allow me to be physically active? ആ ഒരു സമയം കൂടെ എന്റെ ജോബ് തിന്നു കളയോ in the altar of, or will I have to sacrifice my health for money? എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. So basically I think I'll just quickly go to it, that ഇപ്പം ഈ നിങ്ങൾ കാണുന്ന സ്ലൈഡ്, it gives you all the problems that come out of obesity, diabetes, hypertension, pancreatitis, cancer, means the mechanical problems like മുട്ട് തേഞ്ഞു പോവുക, അങ്ങനെ മുട്ട് മാറ്റി വെക്കേണ്ടി വരിക, വെരിക്കോസ് വെയിൻസ്, ഗോൾ സ്റ്റോൺസ്, കൊളിലിത്തിയാസിസ്, ഫാറ്റി ലിവർ ലീഡിങ് ടു സിറോസിസ്, കൂർക്കം വലി മൂലം കുറെ പ്രശ്നങ്ങൾ, അങ്ങനെ എൻ നമ്പർ ഓഫ് പ്രോബ്ലംസ് ആണ് ഈ ഒബീസിറ്റി കോസ് ചെയ്യുക. അപ്പം സോ and here what you must understand is that നമ്മൾ എപ്പോഴും പറയാ obese children make obese adults എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ ഒബീസ് ആണെങ്കിൽ അത് അഡൾട്ട്ഹുഡിലേക്കും ക്യാരി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് children we have to start warming up, or rather educating our children. We need to be careful about our children first. So if you need a healthy nation with adults who are healthy with normal body mass index or right weight ആയിട്ട് പോകുന്ന അഡൾട്ട്സിന് വേണമെങ്കിൽ നമ്മളിത് സ്കൂളിൽ നിന്ന് തന്നെ ഈ ഒരു പ്രാക്ടീസ് തുടങ്ങണം. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് സോ ഇതാണ് ഞങ്ങൾ ബ്രോഡായിട്ട് ഞങ്ങളുടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് ഇപ്പം വി ഫസ്റ്റ് ഓഫ് ഓൾ ഡിഫൈൻ ഈ വ്യക്തിക്ക് ഇപ്പം ഡിഗ്രി ഓഫ് ഒബീസിറ്റി ഇപ്പൊ വെറും ഓവറേറ്റ് ഒരു BMI ഒരു 25 മുകളിലാണെങ്കിൽ ഞങ്ങൾ CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി ആൻഡ് LSM, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില പേഷ്യൻസിന്, ഇൻഫാക്ട് എനിക്ക് ഒരു പേഷ്യന്റ് ഉണ്ട്, ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ഒരു പേഷ്യന്റ് 78 കിലോ ആണ് ഈ മനുഷ്യൻ, വിത്ത് ജസ്റ്റ് ഡയറ്റ് ആൻഡ് എക്സസൈസ്. ഞങ്ങൾ കൊടുത്ത ഡയറ്റ് ആൻഡ് എക്സസൈസ് കൊണ്ട് മാത്രം 78 കിലോ ആണ് ഒരു 10 മാസത്തിനുള്ളിൽ ഈ വ്യക്തി ലൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് സിമ്പിൾ, ഈ വ്യക്തി ചെയ്തേക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നത്തിങ് ഫാൻസി, സിമ്പിൾ. ഹീസ് ഗോൺ ഡൗൺ ടു സം ഓഫ് ദ ബേസിക് കോൺസെപ്റ്റ്സ്. പക്ഷെ അതിനുള്ള ഹി ഡസ് ദാറ്റ് എവറി ഡേ വിത്തൗട്ട് എ മൺഡേ ടു സൺഡേ വിത്തൗട്ട് ഫെയിൽ ഹി ഡസ് ദാറ്റ്. സോ അത് ആ ഒരു റീപ്രൊഡ്യൂസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ മൂവിങ് ടു മരുന്നുകൾ, ഞങ്ങൾക്ക് വി ഹാവ് എ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് വിച്ച് വി ക്യാൻ ഗിവ് ടു ഇൻക്രീസ് ദി ബേസൽ മെറ്റബോളിക് റേറ്റ്, അല്ലെങ്കിൽ ആ എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടാനായിട്ടും പിന്നെ വിശപ്പ് പെട്ടെന്ന് അടങ്ങാനായിട്ടും ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള മരുന്നുകളുണ്ട്. സോ വി യൂസ് ദാറ്റ് എഫക്റ്റീവ്ലി. ആൻഡ് ഇൻ വെരി റെയർ കേസസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ബേരിയാട്രിക് സർജറി എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ കിടക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഈ ഡയറ്റും എക്സസൈസും എല്ലാം നോക്കി പറ്റാണ്ട് വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഈ സർജറിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുക. അപ്പൊ ഞാൻ I'm going to stop here and I'm going to say it is already 6:30, so I'm going to hand over to my colleague Dr. Karthik,
Dr. Vivek, who is our bariatric surgeon, and he will be talking to you about that last option, but an effective option for select cases. അപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കാർട്ടൂൺ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ്. ഹൗ നമ്മൾ പണ്ട് ഈ ഹണ്ടർ ഗ്യാദറേഴ്സിന്റെ സമയത്ത്, കേവ്മെന്റെ സമയത്ത് കുറച്ച് വണ്ണമുള്ള ഒരു സ്ത്രീ എപ്പോഴും ദാറ്റ് വാസ് ദ സൈൻ ഓഫ് ബ്യൂട്ടി ഇൻ ദോസ് ടൈംസ്. വെറസ് ഇപ്പോ നമ്മുടെ മോഡൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ, ഊതിയ പറഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് size 0 എന്നൊക്കെ പറയും, where they have no extra fat at all, and we seem to worship such models. So how the sign of well-being or affluence have changed over time is remarkable, isn't it? So with this I will end here, but I will come back in about 10-15 minutes, and we will discuss some questions. I have a list of questions here. I'm not so I'm getting some comments, so we will take these comments in a little bit, but before that I hope I was clear in my presentation, and if anybody wants to, there are already a clutch of questions. We will take it one by one, but before that let me invite Dr. Vivek Baliga to talk to you about the surgical aspects of obesity. Good evening, my dear friends. My name is Dr. Vivek Anand. ഞാൻ മെയിൻ ബാരിയാട്രിക് സർജനാണ്. സോ ഇപ്പോൾ മെഡിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഒബിസിറ്റിയെ കുറിച്ച് വളരെ വിശദമായിട്ട് ഡോക്ടർ ടോം ബാബു വളരെ മനോഹരമായിട്ട് പ്രസന്റേഷൻ കഴിഞ്ഞു. എൻ്റെ മെയിൻ ഫോക്കസ് ഒരു സർജിക്കൽ ആസ്പെക്ട്സ് ആണ്. സർജിക്കൽ എങ്ങനെ ഒരു മെഡിക്കൽ മാനേജ്മെന്റിലൂടെ ഒബിസിറ്റിക്ക് ഒരു ശമനം കിട്ടാത്ത ആൾക്കാർക്ക്, റിലീഫ് കിട്ടാത്ത ആൾക്കാർക്ക് ഫൈനൽ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ സർജറിയാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ബ്രീഫായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉള്ള പ്രസന്റേഷൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് അത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വേണമെങ്കിൽ ആ സംശയം ഉള്ളത് നമുക്ക് തീർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ, ഒരു സർജറിയെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡയറ്റും എക്സസൈസും മെഡിക്കേഷൻസ് ഇതൊക്കെ ഒരു ഇനീഷ്യൽ നമ്മൾ എല്ലാ പേഷ്യൻസിനും ഓഫർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിൽ തന്നെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫർദർ പോകേണ്ട ആവശ്യമില്ല. ബട്ട് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസ്, സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ്, എസ്പെഷ്യലി ഹയർ ഒരു BMI പറ്റി ഓൾറെഡി പറഞ്ഞു, ബോഡി മാസ് ഇൻഡെക്സ്, ഒരു ഹയർ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള പേഷ്യൻസിന് നമുക്ക് സർജറി ആയിരിക്കും അൾട്ടിമേറ്റ് ഓപ്ഷൻ. വേറെ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പേഷ്യൻസ് കാറ്റഗറി ഓഫ് പേഷ്യൻസിന് അതാണ് നമ്മൾ ഫൈനലായിട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ എന്താണ് ബാരിയാട്രിക് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ഈ ബാരിയാട്രിക് സർജറിയെ പറ്റി പല തെറ്റിദ്ധാരണകളുണ്ട്. ലൈപ്പോസെക്ഷൻ ആണ്, അതുപോലുള്ള കോസ്മെറ്റിക് പ്രൊസീജിയർ. അതൊന്നുമല്ല. ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്ന ഒരു ശരിക്കും ഒരു ഒബിസിറ്റിക്കുള്ള ട്രീറ്റ്മെന്റേ അല്ല, അതൊരു കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ്. ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള ഫാറ്റ് മാത്രം എടുക്കുന്ന സർജറി. ഇത് ഫാറ്റ് എടുക്കുന്ന സർജറി ഒന്നുമല്ല. ഇത് ഈ ആമാശയത്തിനകത്ത്, അതായത് അബ്ഡോമനകത്തുള്ള ഈ ഇൻഡസ്റ്റൈൻ, സ്റ്റൊമക്കിലും ഇൻഡസ്റ്റൈനിൽ ചെയ്യുന്ന ഒരു സർജറിയാണ്. അപ്പം അതിനെപ്പറ്റി കുറച്ച് സ്ലൈഡ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് ഈ സർജറിക്ക് ഉള്ള ഇൻഡിക്കേഷൻ, അതായത് ഏതൊക്കെ പേഷ്യൻസിനാണ് നമ്മൾ ഇത് ഓഫർ ചെയ്യുന്നത്, ഈ സർജറിയെ പറ്റി ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഓവർവ്യൂ തരികയാണ്. മെയിൻലി ഈ ഫെയിലർ ഓഫ് കൺസർവേറ്റീവ് മെഷേഴ്സ്, അതായത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ഡയറ്റ്, എക്സസൈസ്, മെഡിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം കിട്ടാത്ത, പല പ്രാവശ്യം ശ്രമിച്ചിട്ടും പ്രയോജനം കിട്ടാത്ത പേഷ്യൻസിനാണ് നമ്മൾ ഇത് ഓഫർ ചെയ്യുന്നത്. അതിൽ തന്നെ ഒരു BMI ക്രൈറ്റീരിയ ഉണ്ട്, BMI ബോഡി മാസ് ഇൻഡെക്സ്. അപ്പോൾ BMI above 40, നേരത്തെ പറഞ്ഞത് മോർബിഡ് ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് വളരെ അപകടകരമായ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ലെവലാണ് ഈ 40 BMI എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പേഷ്യൻസിന്, ഏഷ്യൻ പോപ്പുലേഷൻ ആണെങ്കിൽ 37.5 BMI മുകളിലാണ് സർജറിയെ പറ്റി ചിന്തിക്കേണ്ടി വരും. കാരണം നമുക്ക് ഒബിസിറ്റി നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഏഷ്യൻ പോപ്പുലേഷനിൽ കുറച്ചുകൂടെ കൂടുതലാണ്. നമുക്ക് ഒരു 2.5 BMI ലോവർ ആണെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. പിന്നെ BMI above 35, അതായത് അത്ര മോർബിഡ് അല്ല എങ്കിൽ പോലും വിത്ത് മറ്റ് അസുഖങ്ങളിലൂടെ ഡയബറ്റിക്, ഒബിസിറ്റി മൂലം ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ, അതായത് ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് പ്രോബ്ലംസ്, മറ്റ് അസുഖങ്ങൾ ഇത് നിമിത്തം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് സർജറിയെ പറ്റി ചിന്തിക്കേണ്ടി വരും. കാരണം ഈ കോമോർബിഡിറ്റീസ് പറയുന്ന ഈ കണ്ടീഷൻസ് ഭാവിയിൽ കുറച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായിട്ട് മാറും. അപ്പം അങ്ങനെ 35 ആണെങ്കിൽ പോലും, ഈവൻ ഏഷ്യൻ പോപ്പുലേഷൻ ഈവൻ 32.5 BMI മുകളിലാണെങ്കിൽ പോലും നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സർജറിയെ പറ്റി ആലോചിക്കേണ്ടി വരും. ഏജിനും നമ്മൾ ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്.
16 to 65 years ഈ ഒരു ഏജ് ഗ്രൂപ്പിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. തീരെ യങ്, തീരെ ഓൾഡ് ആയിട്ടുള്ള പേഷ്യൻസിന് ഈ സർജറി അഡ്വൈസബിൾ അല്ല. ഇതൊരു വിഷ്വൽ ഒരു റെപ്രസെന്റേഷൻ ആണ്. കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ബോഡി മാസ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ച് ആളുടെ അപ്പിയറൻസ് തന്നെ വ്യത്യാസം വരുന്നുണ്ട്. ഡയറക്ട്ലി ഞാൻ പ്രൊസീജിയേഴ്സിലേക്ക് പോവുകയാണ്, കാരണം അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. അവരുടെ ഒരു സമയ പരിമിതിയുണ്ട്. അപ്പം പ്രൊസീജിയേഴ്സ് ഇത് ഒരു ലാപ്രോസ്കോപ്പിക് ആയിട്ട് ചെയ്യുന്ന സർജറിയാണ്. കീ ഹോൾ സർജറി സാധാരണ ഭാഷയിൽ പറയും. ചെറിയ ദ്വാരങ്ങൾ മാത്രം ഇട്ട് വയറിനകത്ത് ഇട്ടിട്ട് അബ്ഡോമിനകത്ത് നമ്മൾ ലാപ്രോസ്കോപ്പി വഴി ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഈ റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും. പേഷ്യൻ്റ് മോർ സർജറി കഴിഞ്ഞുള്ള പെയിനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ലാപ്രോസ്കോപ്പി ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ 2 കാറ്റഗറി ഓഫ് സർജറീസ് ഉണ്ട്. ഒന്ന് റെസ്ട്രിക്റ്റീവ് എന്ന് പറയും, വേറെ ഒന്ന് മാലപ്സോപ്റ്റീവ്. റെസ്ട്രിക്റ്റീവ് എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ, അതായത് ഈ സ്റ്റൊമക്കിന്റെ ആമാശയത്തിന്റെ വോളിയം കുറയ്ക്കുന്ന സർജറിയാണ്. അതായത് നമ്മുടെ ആമാശയം ഒരു 1 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ള ഒരു ബാഗ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അതിന് നമ്മൾ ഒരു 4-1 ചുരുക്കും, ഒരു ട്യൂബ് ഒരു പോലത്തെ ഒരു സ്ട്രക്ചറായിട്ട് മാറ്റും. അതിന്റെ പേരാണ് സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറയുന്നത്. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സർജറിയാണ്. അതിനെ പറ്റി നമുക്ക് കൂടുതൽ പിന്നെ പറയുന്നതാണ്. പിന്നെ റെസ്ട്രിക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന പല പ്രൊസീജിയർ ഉണ്ട്. ഗ്യാസ്ട്രിക് ബാൻഡ് ഇടുന്ന പ്രൊസീജിയർ, അതൊക്കെ ഇപ്പം ഔട്ട്ഡേറ്റഡ് ആയി, കാരണം അതിന്റെ ഫെയിലർ റേറ്റ് വളരെ ഹൈ ആയതുകൊണ്ട് അതിപ്പം ആരും ചെയ്യാറില്ല. ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇതിന് റെസ്ട്രിക്റ്റീവിന്റെ ഗുണം എന്ന് വെച്ചാൽ അതിന്റെ കോമ്പറ്റീഷൻ റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഈ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, അതായത് വോളിയം കുറയ്ക്കുന്ന, ആമാശയത്തിന്റെ വലിപ്പം ചുരുക്കുന്ന സർജറിയെ പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറി മാലബ്സോർപ്റ്റീവ്, അതായത് ഈ ബൈപ്പാസ് എന്നൊക്കെ പറയും. ഗ്യാസ്ട്രിക് സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്ത് അബ്സോർപ്ഷൻ, കഴിക്കുന്ന ഭക്ഷണം ശരിക്കും അബ്സോർബ് ചെയ്യാതെ, ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അനാറ്റമി മാറ്റിമറിക്കുന്നതിനാണ് ഈ മാലബ്സോർപ്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഭക്ഷണം ആൾക്ക് കഴിക്കാൻ പറ്റും, പക്ഷെ കഴിക്കുന്നതും ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. എല്ലാം കഴിക്കുന്ന അതേപടി തന്നെ ഇതായി പോകും. അതിനെ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് പക്ഷെ വെയിറ്റ് ഗെയിൻ മറ്റേതിനെ അപേക്ഷിച്ച് അല്പം കൂടുതലായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ പ്രശ്നങ്ങളും കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മളത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വെക്കാറുള്ളൂ. മെയിനായിട്ട് ഗ്യാസ്ട്രിക് ബൈപ്പാസ് ആണ് അതിൽ ചെയ്യുന്നത്. സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇൻഡസ്റ്റൈനിലോട്ട് ഫുഡ് നേരെ എൻ്റർ ചെയ്യുന്ന രീതിയിലുള്ള സർജറിയാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ സ്ലീവ് ഗാസ്ട്രക്ടമിയാണ്. കാരണം അത് പല അഡ്വാൻറ്റേജ് ഉണ്ട്, അതേക്കുറിച്ച് ഞാനിപ്പോൾ വിശദമായിട്ട് പറയാം. അപ്പം ഇതാണ് കോമണസ്റ്റ്, ഇപ്പോൾ ഈ ലോകമെമ്പാടും തന്നെ ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സർജറിയാണ് ഈ സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റൊമക്ക് വോളിയം നേരത്തെ പറഞ്ഞ പോലെ 4-1 ചുരുങ്ങും. അത് 3/4 ഭാഗവും നമ്മൾ റിമൂവ് ചെയ്യും. അതിന് വളരെ പ്രിഫർ ചെയ്യാൻ കാരണം വളരെ നല്ല റിസൾട്ട്സ് ആണ്. അതേസമയം വേറെ ഈ ദീർഘകാലമുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ കുറവാണ്. ലാപ്രോസ്കോപ്പിക്കലി ആയിട്ടാണ് ചെയ്യുന്നത്. അനസ്തീഷ്യ കൊടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജനറൽ അനസ്തീഷ്യയാണ്, ബോധം കെടുത്തിയിട്ടാണ്, ഒന്നും അറിയില്ല. അറൗണ്ട് ആ സർജറി ടൈം ഒരു 2 മണിക്കൂറോളം എടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു 3 to 5 days ഡിപ്പെൻഡിങ് ഓൺ ആളുടെ ആരോഗ്യം അനുസരിച്ച് 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 5 ദിവസത്തിനുള്ളിൽ പോകാനാവും. അതിന്റെ നമ്മൾ നോർമൽ റുട്ടീൻ വർക്കിലൊക്കെ ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ സാറിന് ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആളുടെ ഒരു വയറിന്റെ അനാറ്റമി. ഈ സ്റ്റൊമക്കാണ് നമുക്ക് കാണുന്നത്. അതിലാണ് നമ്മൾ സർജറി ഈ സ്ലീവ് ഗാസ്ട്രക്ടമി ചെയ്യുന്നത്. അതിൽ ഈ സ്റ്റേപ്ലർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് കാണാം ഈ സ്റ്റൊമക്കിന്റെ ഒരു മേജർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് അത് ആ ഇൻസ്ട്രുമെന്റ് തന്നെ സ്റ്റേപ്പിളും ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ റിസൾട്ട്. അതിന്റെ മേജർ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിൽ ചെറിയൊരു ട്യൂബുലർ സ്ട്രക്ചർ മാത്രം നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു. സ്റ്റൊമക്കിന്റെ വലിപ്പം 4-1 കുറയുകയാണ്. ഇതിന് ശ്രദ്ധിക്കേണ്ട ഇൻഡസ്റ്റൈൻ, കുടൽ, ചെറുകുടൽ, വൻകുടൽ അതിലൊന്നും ചെയ്യുന്നില്ല. അത് മറ്റു ബൈപ്പാസിലാണെങ്കിൽ ഇൻഡസ്റ്റൈൻ സ്റ്റൊമക്കിലോട്ട് ചെന്ന് നമ്മൾ ചിട്ട് വയ്ക്കും, അനാസ്റ്റമോസ് ചെയ്യും. അങ്ങനെ ഇതിലങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് വേറെ മാനിപ്പുലേഷനോ വേറെ ഒന്നും ചെയ്യുന്നില്ല. വളരെ താരതമ്യേന ലളിതമായ ഒരു പ്രൊസീജിയറാണ്. പക്ഷെ എന്നാൽ നല്ല എഫക്റ്റീവ് ആണ്. നമ്മൾ കണ്ടുവരുന്നത് വളരെ നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഈ പ്രൊസീജിയർ കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. അതുകൂടാതെ വെയിറ്റ് ലോസ് മാത്രമല്ല, അതിനോട് ഈ ഒബീസിറ്റിയുടെ കൂടെ വരുന്ന ഡയബറ്റീസും പ്രഷറും മറ്റതുപോലുള്ള കോമോർബിഡിറ്റീസ് എന്ന് പറയുന്നത്, അത് ഒബീസിറ്റി കൊണ്ടുള്ള അസുഖങ്ങൾ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷെ പല മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഷുഗറിനും മറ്റും കഴിക്കുന്ന മെഡിസിനൊക്കെ പലപ്പോഴും നിർത്തുകയോ ഡോസ് വളരെ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ റിസൾട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രിക് ബൈപ്പാസ് പോലുള്ള കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ പ്രൊസീജിയറിനെ അപേക്ഷിച്ച് താരതമ്യം നല്ല റിസൾട്ട്സുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാണ് ഫസ്റ്റ് ലൈനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവാണ്. നേരത്തെ ജോലിക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധാരണ പോകാൻ കഴിയും. അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ് ആണ്. താരതമ്യേന മറ്റു പ്രൊസീജിയറിനെ അപേക്ഷിച്ച് കോംപ്ലിക്കേഷൻ റേറ്റ്സ് കുറവാണ്.
ടെക്നിക്കലി കുറച്ചുകൂടെ സിംപ്ലർ ആണ്. നമ്മൾ കൂടുതൽ വേറെ മറ്റ് അവയവങ്ങളൊന്നും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. കൂടാതെ നമ്മുടെ ഹോർമോണിൽ കുറേ ചേഞ്ചസ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. ഹങ്കർ ഹോർമോൺ, ഈ ഗ്രലിൻ എന്ന് പറയും, ഹങ്കർ ഉണ്ടാക്കുന്ന ഹോർമോൺ, അതിന്റെ ലെവല് വളരെ കുറയും. നമ്മുടെ ഈ ഭക്ഷണത്തോടുള്ള ക്രേവിങ്, അമിതമായ ആർത്തി, അതൊക്കെ വളരെ കുറഞ്ഞു വരും. നമുക്ക് വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ, പക്ഷെ അത് നമുക്ക് അത് കഴിക്കുന്നതിന് തൃപ്തിയാവുകയും ചെയ്യും. നമ്മുടെ ഇത് കുറച്ച് വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ്. കാണുമ്പോൾ തന്നെ ഈ വ്യത്യാസം അറിയാൻ പറ്റും. നല്ല ഒരു ആളുടെ ഹെൽത്ത് അപ്പിയറൻസ് തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഹെൽത്തി ലുക്കിംഗ് ആണ്. പക്ഷെ അത് ഈ അപ്പിയറൻസ് മാത്രമല്ല, അവരുടെ ഈ ആരോഗ്യം മൊത്തത്തിലുള്ള നമ്മൾ നേരിട്ട് കാണുന്നത് മാത്രമല്ല, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മെറ്റബോളിക് ചേഞ്ചസ് ആണ് കൂടുതൽ പ്രധാനം. ഈ ഡയബറ്റീസും അതുപോലെ മറ്റു അസുഖങ്ങളൊക്കെ മാറുമ്പോൾ അവർ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും, കുറച്ചുകൂടെ ലൈഫ് സ്പാൻ വളരെ കൂടും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അടുത്ത് ജസ്റ്റ് ലാസ്റ്റ് ബ്രീഫായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്യാസ്ട്രിക് ബൈപ്പാസ് എന്ന പ്രൊസീജിയറാണ്. ഇത് കുറച്ചുകൂടെ വെയിറ്റ് ലോസ് മറ്റേ അപേക്ഷിച്ച് താരതമ്യം അല്പം കുറച്ച് ബെറ്റർ ആണ്. പക്ഷെ ഈ മറ്റ് കോംപ്ലിക്കേഷൻസ്, ഈ മാലബ്സോർപ്ഷൻ, അതായത് ഡെഫിഷ്യൻ, ഈ പ്രോട്ടീൻ, വൈറ്റമിൻസ്, ഇതിൻ്റെയൊക്കെ കുറവ് പേഷ്യൻ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവനും അതിൻ്റെ സപ്ലിമെന്റ്സ് കഴിക്കേണ്ടി വരും. ഇത് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് താരതമ്യേന പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ബെറ്റർ ആയിട്ടുള്ള പ്രൊസീജിയറായ സ്ലീവ് ഗ്യാസ്ട്രക്ടമി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഓർവ്യൂ ആണ്. ഞാൻ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. ഞാൻ വളരെ ചുരുക്കിയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. താങ്ക് യു. ഒരു കമന്റ് വന്നത് വെയിറ്റ് 63 കിലോഗ്രാം, 71 വയസ്സ് പ്രായമുണ്ട് എന്നുള്ളതാണ്. ഒരു ഹൈറ്റ് എത്രയാണെന്നുള്ളത് ഇതിനകത്ത് പറയാത്തത് കൊണ്ട് BMI, ബോഡി മാസ് ഇൻഡെക്സിനെ കുറിച്ച് ഒരു അസസ്മെന്റ് കിട്ടുന്നില്ല. കാരണം അതാണ് ഏറ്റവും കൂടുതൽ. വെയിറ്റ് മാത്രമല്ല, ഹൈറ്റ്. ഇപ്പോൾ വളരെ ഹൈറ്റ് ടോളായിട്ടുള്ള ആളാണെങ്കിൽ 63 കിലോ ഒക്കെ വളരെ നോർമൽ വെയിറ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം എങ്ങനെ ഇരുന്നാലും ഇതൊരു ടൈപ്പ്, ഇപ്പം പ്രത്യേകിച്ച് 71 ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പം ഐ തിങ്ക് ഒരു ഡയറ്റ്, എക്സസൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മോർ ദാൻ സഫിഷ്യന്റ്. വേറെ ഡയബറ്റീസോ മറ്റേതെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പം ഐ തിങ്ക് നോക്കട്ടെ, ഇൻസുലിൻ, ഡയബറ്റീസിന്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ പക്ഷേ ഒരു ഒബീസിറ്റി 63 കിലോഗ്രാം ഒരു ഈവൻ ആവറേജ് ഹൈറ്റ് ആണെങ്കിൽ പോലും അതൊരു ഒബീസിറ്റി എന്ന് പറയാനുള്ള തോന്നുന്നില്ല. എങ്കിൽ ഡയബറ്റീസ് നന്നായിട്ട് മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഒരു നല്ല എൻഡോക്രൈനോളജിസ്റ്റ് കണ്ടിട്ട് മാനേജ് ചെയ്യുക മാത്രമേ ഉള്ളൂ. വേറെ ഒബീസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് ഇതിൽ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബ്ലഡ് ഷുഗറിനെ കുറിച്ച് കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അത് ഐ തിങ്ക് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ ടോം ബാബു ആയിരിക്കും ബെറ്റർ പേഴ്സൺ. ഹി വിൽ ബി ഷോർട്ട്ലി ജോയിനിങ് us to talk about it. ഞാൻ കുറച്ചുകൂടെ മെയിൻലി സർജിക്കൽ ആസ്പെക്ട് ആയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൈറ്റ് മിസ്റ്റർ സൗകത്ത് അലി പറഞ്ഞിട്ടുണ്ട് 164 സെന്റിമീറ്റർ. In that case, BMI looks normal. So obesity എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നില്ല. So the only thing is diabetes should be properly taken care of. Now, അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ട്. സോ ഒന്നൊന്നായി നമുക്ക് ഇത് ചെയ്യാം. സോ ഓക്കെ, I just find, ഞാൻ പേര് ആരുടെ എന്ന് വായിക്കുന്നില്ല, because we'll keep it anonymous. I just found out that my sugar reading was a little bit 11.8 എന്ന് പറയുമ്പോൾ ഏകദേശം 200 plus, 200 അല്ലോ, 180, 200 plus, correct. And has class 3 obesity, that is BMI over 40, prescribed Diaphage 500, that is metformin, and Relislim. Now my question is, can I take my Relislim on empty stomach in the morning before workout, or preferably after breakfast? So I think the Relislim ennu parayunathu, is it Orlistat ennu parna oru idanengi you should take it just before food. Before food ആണ് ഞങ്ങൾ പറയാ, ബിക്കോസ് എന്നാലാണ് നമ്മുടെ ഫുഡിൽ നിന്നുള്ള ഫാറ്റിനെ ഇത് it inhibits the lipase, so the absorption of fat will not happen with Relislim, if I understand this correctly. So you should take it just before food, or if this gentleman can
just see if this is orlistat എന്ന് പറഞ്ഞൊരു മരുന്നാണോ എന്ന് confirm ചെയ്യാൻ പറ്റുമെങ്കിൽ I can give you a little more detail. But if I understand this, that to be orlistat, then it has to be taken just before food, before each meal. So that's how it has to be taken. I'm just listening to understand about diabetes. At present, I'm not a diabetic. Okay, so I think diabetes, ഇതിന്റെ ഒരു common soil എന്ന് പറയുന്നത് obesity ആണ്, പിന്നെ genetic ഒരു predisposition ഉണ്ട്. So that is something that we have to keep in mind. So, but then please understand that നമ്മൾ നോക്കേണ്ടത്, is there a first or second degree relative with diabetes, and if so, we have to be careful. You stand the risk of developing diabetes in the future. So definitely obesity is common soil for diabetes. Associated diseases like hypertension, dyslipidemia, because okay. Then another question, I'm diabetic and overweight. Of course, then the same thing I would say, please watch your weight. Your BMI should be less than 25 or 23. Asians number 23 nanu parayanathu. So definitely the root cause for this is diabetes. So we need to be root cause is obesity. So obesity needs to be addressed. Then I'm diabetic and insulin resistant. So insulin resistance in there, a key reason is diabetes or obesity. About obesity nammal korikkan nokkanam. So the whole discussion is very relevant to this question, that why it is important to address obesity as a common soil for diabetes. So obesity korayundorum diabetes korayum. Nammal idane KG-A1C hypothesis ennu parayunnu. For every kilo you lose, you can expect some amount of A1C reduction. A1C nu udeshikkunna adu sugar inde oru kanakana. My weight is 63 and I'm 71 years old. That's okay. 63 is not so bad. I don't think you need to worry that much. But still, always good to keep your weight in check. My fasting blood sugar is 135 and PPPS and random is within normal limits. This is fasting കൂടാൻ കാരണം ഇപ്പം കൊഴുപ്പ് കൂടുതൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വിസിബിളി പ്രോബബ്ലി നോട്ട്, ബട്ട് ഹെപ്പാറ്റിക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലിവറിന്റെ ഒരു ലെവലിൽ ഇഫ് യു ആർ ഇൻസുലിൻ റെസിസ്റ്റന്റ് ഇങ്ങനെ ഫാസ്റ്റിംഗ് മാത്രം കൂടാം. ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ വേസ് വേർ ഇനിഷ്യൽ ഡയബറ്റീസ് കെൻ മാനിഫെസ്റ്റ് ലൈക്ക് ദാറ്റ് ഓൾസോ. About using diabetes medicine before food means half an hour or 50 minutes, preferably half an hour. Secretagogues, sulfonylureas, 30 minutes before food ഏറ്റവും ideal. Insulin or tablet which is better, അങ്ങനെ ഒരു ഇൻസുലിൻ is better, tablet is better എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ഇതിലും in certain people or initially we start with oral medicines, and പറ്റാണ്ട് വരുമ്പോൾ മാത്രമാണ് ഇൻസുലിനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. So I think we've addressed all the questions here, and I congratulate all of you for a beautiful discussion, beautiful session. I think we've had some nice questions, and I think we could discuss the topic threadbare. Insofar as an audience like this is concerned, without getting into too much of technical details, I think we have walked you through, an overall perspective on obesity and diabetes, their relation, and all that we have understood. And I hope that we've met your expectation in terms of the time you spend with us. And we have another 5 minutes, so if there are any quick questions, we can take them. Okay, so on behalf of Dr. Vivek here, myself, and on behalf of all of us at Silverline Hospital at Kadavandra, Kochi, I would like to thank all of you. We had an overwhelming response, and it's with heartening, feeling to address all of you like this, and to share whatever our experience is in this particular area of obesity and diabetes. So I thank you all. Thank you so much.